ദൈവമേ, ഞങ്ങളെ കാത്തോളണേ. അച്ഛനില്ലാത്ത മക്കളാണ്, അവരെ കാത്തോളണേ. അവർക്കൊരു ആപത്തും വരുത്തരുതേ. മക്കളെ വാ, ചായ കുടിക്കാം. വരുന്നമ്മേ, ബുക്ക് ബാഗിലെടുത്ത് വെച്ചോട്ടെ. വേഗം വാ മക്കളെ. ദേവസ്ചേട്ടന്റെ വീട്ടില് സമയത്തിന് പണിക്ക് ചെന്നില്ലെങ്കിൽ നമ്മുടെ വീട് പട്ടിണിയാവും. വേഗം വാ, ഇരിക്കും മക്കളെ. എന്താ കഴിക്ക്, വേഗം കഴിക്ക്. ആ പഴം എടുത്ത് കഴിക്ക്. ഇത് മതി ചേട്ടാ. മോള് കഴിച്ചോ? സാരമില്ല, കുറച്ചു കഴിയുമ്പോ വിശക്കും, നീ കഴിച്ചോളൂ. മോള് കഴിച്ചോ? ചേട്ടൻ തന്നല്ലേ, മോ കഴിച്ചോ? സൂക്ഷിച്ചു പോട്ടെ, നോക്കി പോണ. അവിടെ കൈ പിടിച്ചോടാ. ഞങ്ങൾ പോണമ്മേ, ടാറ്റാ. ടാറ്റാ. മക്കളെ സൂക്ഷിച്ചു പോണേ. ഈശ്വര, എന്റെ മക്കളെ കാത്തോളണേ. ശ്രീകുട്ടി, എന്താ ഏട്ടാ? വളരെ കഷ്ടപ്പെട്ടാണ് അമ്മ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നന്നായി പഠിക്കണം. വേഗം നടക്ക്. രണ്ട് മിഠായി. ഏത് മിഠായിയാ? ഈ മിഠായി. ഇത് മതി. ഏതെങ്കിലും ഒന്ന് പറ. വാ പോകാം. എന്താ? ഒന്നുമില്ല. എന്താ ഒന്ന് ചൂടാക്കണ്ടേ? ശരീരത്തിനൊരു ഉഷാറില്ല, വല്ലാത്തൊരു അസ്വസ്ഥത. ചൂടാക്കാൻ ഇന്ന് 1-ാം തീയതിയല്ലേ? സാധനം കിട്ടില്ലല്ലോ. അതിനെന്താ, സാധനം റെഡിയല്ലേ? ഇത് എവിടുന്ന് കിട്ടി? ഇത് ഇന്നലെ സ്റ്റോക്ക് ചെയ്താ. താനാ ഗ്ലാസിങ് എടുക്ക്. ഇന്ന ദേ ഗ്ലാസ്. ദിവാകരൻ ചേട്ടനായതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത്. കുറേശ്ശെ വഴിക്ക് കൂമ്പ് പാടിപ്പോ. പിന്നെ കറക്റ്റില്ലേ? അതുപോലാണല്ലോ. അത് കറക്റ്റാടോ. ദേ പെട്ടെന്ന് അടിച്ചോട്ടാ, ആരെങ്കിലും കണ്ടാ പ്രശ്നവും. പിന്നെ നമ്മളോടെ എന്നാ പിടി. താനാ അച്ചാറൊന്ന് പൊട്ടിച്ചേ. അച്ചാറ്? ആ എന്താ ഒരു ആലോചന? ഒന്നുമില്ല, ഞാൻ ആ കൊച്ചിന്റെ ഭംഗിയൊന്ന് ആസ്വദിച്ചതാ. ഏത് കൊച്ചിന്റെ? ആ മിഠായി മേടിക്കാൻ വന്ന പെങ്കൊച്ചേ നല്ല ഭംഗിയാണല്ലേ. കടയിൽ പല ആളുകളും വരും, താൻ അവരുടെ ഭംഗി ആസ്വദിക്കുന്ന എന്തിനാ? ആവശ്യമുണ്ടോ? ഭംഗിയുള്ള സാധനങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടാറില്ലേ? ആ ഒരു ഇഷ്ടം. ദേ തീർക്കില്ലേ, ഞാനിപ്പോ വരാം. അപ്പോ കട ഞാൻ നോക്കണമല്ലേ? ആ താൻ നോക്ക്. നോക്കാം. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയേ. ആ കാക്കത്തി കൊത്തി സന്തോഷത്തിലാണല്ലോ. ഞാൻ സന്തോഷിക്കും. ഇന്ന് ഞാൻ സന്തോഷിക്കുന്ന ദിവസമാണ്.
ഇത്ര വലിയ സന്തോഷം വരാൻ എന്താ കാര്യം? കാരണമുണ്ടോ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. വാ മക്കളെ, മക്കൾക്ക് ഞാൻ മിഠായി വാങ്ങിച്ചു തരാം. വാ മക്കളെ, വാ. ഞാൻ മിഠായി തരാം. ഇവര് നല്ല സുന്ദരിയാണ്. വേഗം നടക്ക്. വല്ല കാര്യമുണ്ടോ? കള്ളു കുടിച്ച വയറ്റിൽ കയറണം. വെറുതെ പിള്ളേരുടെ മെക്കിട്ട് കയറാൻ നാണമില്ലടോ എനിക്ക്. ഇല്ലടോ, ഒരു നാണവും ഇല്ല. ഇതൊക്കെ നല്ല സുഖമുള്ള ഏർപ്പാടല്ലേ? ഇതിന് നാണം വിചാരിച്ചിട്ടൊരു കാര്യമില്ല. ഞാനിപ്പോ വരാം. വേഗം പാടി, ഓടിക്കോ. അയാള് പിന്നാലുണ്ട്, ഓടിക്കോ. അവിടെ നിക്കാൻ. എടാ നിന്നോടാണ് ഞാൻ പറഞ്ഞത് അവിടെ നിക്കാൻ. നിന്നോടല്ല പറഞ്ഞു. എടാ അവിടെ നിക്കണം, അവിടെ നിക്കണം, അവിടെ നിക്കണം, അവിടെ നിക്കണം, അവിടെ നിക്കണം. ഓടിക്കോടി. അവിടെ നിൽക്കും മോളെ. മോളെ മോളെ ഞാൻ ഒന്നും ചെയ്യില്ല മോളെ. കൊച്ചു മോളെ മോനെ, ശ്രീകുട്ടി എവിടെയാടാ? ശ്രീകുട്ടി എവിടെ? ഒക്കെ എന്താ പറ്റിയത്? അവിടെ ശ്രീകുട്ടി. വാ മോനെ, എന്താ പറ്റിയ അവൾക്ക്? വാ, ഓടി വാ മോളെ. ശ്രീകുട്ടി മോളെ, എന്റെ പൊന്നു മോളെ, എന്റെ പൊന്നു മോളെ, എവിടെയാണ് ദൈവമേ എന്റെ മോളെ? ശ്രീകുട്ടി മോളെ, ശ്രീകുട്ടി, 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 പൊന്നു മോളെ, എന്റെ പൊന്നു മോളെ, ശ്രീകുട്ടി, അമ്മയുടെ മോളെ, ശ്രീകുട്ടി. എന്റെ മോക്ക് എന്താ പറ്റിയത് എനിക്കറിയില്ലേ മോളെ, എന്റെ ശ്രീകുട്ടി, എന്റെ പൊന്നു മോളെ. പ്രഭാകര, എന്നെ രക്ഷിക്കണം. ഞാൻ ആ മിഠായി മേടിക്കാൻ വന്ന കൊച്ചിനെ കൊന്നു. അല്ല, ഒരു കൈ അബദ്ധം പറ്റി. എന്നെ രക്ഷിക്കണം, എന്നെ രക്ഷിക്കണം. പാവപ്പെട്ട കുട്ടിയെ കൊന്നിട്ട് ഞാൻ എന്തിനു തന്നെ രക്ഷിക്കണം? എന്നെ രക്ഷിക്കണം, എന്നെ രക്ഷിക്കണം. എങ്ങനെ രക്ഷിക്കണം? അനുഭവിക്കണം. അയ്യോ അയ്യോ, എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവിക്കണം. അയ്യോ, എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവിക്കണം. അവനെ പിടിക്കണം, അവനെ പിടിക്കണം. ഞാനല്ല കൊച്ചിനെ കൊന്നത്, ആ ദിവാകരനാ. ഞാനല്ല, ഞാനല്ല. അവനിവിടെ ഇരിപ്പുണ്ട്. അയ്യോ അയ്യോ, എന്നൊന്നും ചെയ്യില്ല. അയ്യോ അയ്യോ, എനിക്കൊരു അബദ്ധം പറ്റിയാണ്. അയ്യോ അയ്യോ, എന്നെ രക്ഷിക്കണം. അയ്യോ, എന്നെ തല്ലല്ലേ, എന്നെ കൊല്ലല്ലേ. അയ്യോ, എന്നെ രക്ഷിക്കണം, എന്നെ തല്ലല്ലേ, എന്നെ കൊല്ലല്ലേ. അയ്യോ, എന്നെ തല്ലല്ലേ. അയ്യോ, എന്റെ അമ്മേ. അയ്യോ, എന്നെ എവിടെ, എന്നെ എന്തിനാ? അയ്യോ, എന്നെ കൊല്ലല്ലേ. എനിക്ക് ജീവിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. എനിക്ക് ജീവിക്കണം. അയ്യോ, എന്നെ എവിടെ കൊണ്ടുപോകുന്നു? എനിക്ക് ജീവിക്കണം. അയ്യോ, എന്റെ ദൈവമേ, എന്നെ ഇവിടെ കൊണ്ടുപോകുന്നു. അയ്യോ, എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവിക്കണം. മനുഷ്യഹൃദയങ്ങൾ പിളർക്കുന്ന, കാതുകൾ തരിച്ചു പോകുന്ന നിമിഷങ്ങൾ നമ്മുടെ നാട്ടിൽ നടമാടുന്ന, വിടരും മുൻപേ പിച്ചിച്ചീന്തുന്ന ഈ കുഞ്ഞു പുഷ്പങ്ങൾക്ക് നമുക്ക് രക്ഷ നൽകാം.